നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ സുഹൃത്തുക്കളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലായ ലോജിക്കൽ ടോക്സിലൂടെ ജനറലി ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ ബഡ്സ് ആക്ട് അതുപോലെ PMLA ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും അതുപോലെ ബഹുമാനപ്പെട്ട സെഷൻസ് കോടതികളിലും നടക്കുന്ന കേസ് അപ്ഡേറ്റ്സുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ ഹൈറിഷ് അംഗങ്ങളുടെ കൂട്ടായ്മയായ സേവ് ഹൈറിഷ് ഫോറം നടത്തിയ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ധർണയെ പറ്റി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ സെഷൻ ഞാൻ വന്നിരിക്കുന്നത്. സേവ് ഹൈറിഷ് ഫോറം നടത്തിയ സെക്രട്ടേറിയറ്റ് ധർണ അല്ലെങ്കിൽ ഹൈറിഷ് അംഗങ്ങളുടെ കൂട്ടായ്മ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രിയും അതുപോലെ മുൻ MLA ശ്രീ K മുരളീധരൻ സാറാണ്. നോർമലി ഒരു ധർണ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്റെ മൈൻഡിൽ ആദ്യം വരുന്നത് ഒരു 50-100 പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് ധർണയാണ് എന്റെ മൈൻഡിലേക്ക് ആദ്യം ഓടി വരുന്നത്. അപ്പൊ അതിന് ഒരു സാക്ഷിയാകാൻ വേണ്ടിയാണ് ഞാനും ഇന്ന് പോയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഹൈറിഷ് കൂട്ടായ്മയുടെ ആ ഒരു യൂണിറ്റിയാണ്. കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള മെമ്പേഴ്സിന്റെ യൂണിറ്റി. 50-100 പേരെയൊക്കെ പ്രതീക്ഷിച്ച് പോയ ഞാൻ അവിടെ സാക്ഷിയായത് ആയിരക്കണക്കിന് ജനങ്ങൾ ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന കാഴ്ചയാണ് എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കുക സെക്രട്ടേറിയറ്റിന്റെ. വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ ഒരു ധർണയൊക്കെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൊക്കെ വിറ്റ്നസ് അല്ലെങ്കിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതില് എനിക്ക് വളരെയധികം ആ ഒരു എന്താ പറയാ യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നും കണ്ടപ്പോൾ. ഇനി നാച്ചുറലി ഈ ഒരു കാരണം നാം ഏവരുടെയും മൈൻഡിലുള്ള ഒരു കാര്യമാണ് ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ കേസ്. ഇപ്പൊ ബഡ്സ് ആക്ടിന്റെ ആണെങ്കിലും FIR പോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിലും അതുപോലെ PMLA ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും എല്ലാം കോടതിയുടെ മുൻപിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ കോടതി മുമ്പിൽ ഇരിക്കുന്ന ഒരു കേസ് ഇരിക്കുമ്പോൾ ഈ ഒരു ധർണ നടത്തിയത് കൊണ്ട് എന്താണ് പ്രയോജനം, എന്താണ് നേട്ടം? നാച്ചുറൽ ക്വസ്റ്റ്യൻ ആണ്, പലരുടെയും മൈൻഡിലേക്ക് വരുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ കാര്യത്തിൽ ഭാഗ്യമോ നിർഭാഗ്യമോ പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം അതോറിറ്റീസിനെ, അല്ലെങ്കിൽ സർക്കാരിനെ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. എന്നാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. കാരണം നോർമലി ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ എന്ന് പറയുമ്പോൾ കേസ് ഒരു സൈഡിലൂടെ നടക്കുന്നു, വാർത്താ മാധ്യമങ്ങളിലൂടെ പല വാർത്തകളും പല രീതിയിലുള്ള വാർത്തകളും പടച്ചുവിടുന്നു. എന്നാൽ എന്താണ് ഹൈറിഷിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് പറയാൻ ഉള്ളത്, എന്താണ് അവരുടെ ആഗ്രഹം, എന്താണ് അവർക്ക് പറയാനുള്ള ആഗ്രഹം പബ്ലിക്കിനോട്, അത് ഇന്ന് പറയാനായിട്ട് സാധിച്ചു. ഒരു പരിധിവരെ അത് പറയാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ഹൈറിഷിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ ഒരു പേര് വരുമ്പോൾ നാച്ചുറലി ഇനിയെങ്കിലും അതോറിറ്റീസിന്റെ ഒക്കെ മുമ്പിൽ ഇത്രയധികം ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ അംഗങ്ങൾ ഉള്ള ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ അത്രയധികം അംഗങ്ങളുള്ള ഒരു കമ്പനിയാണ് എന്നുള്ള ഒരു കാര്യം ഡെഫിനറ്റ്ലി അതോറിറ്റീസിന്റെ മുമ്പിൽ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ ഇന്നത്തെ ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ അംഗങ്ങളുടെ കൂട്ടായ്മയുടെ ധർണയിൽ പങ്കെടുത്തപ്പോൾ അല്ലെങ്കിൽ സാക്ഷിയായപ്പോൾ പലരെയും കാരണം ഈ ചാനലിലൂടെ പല അംഗങ്ങളുടെ മെസ്സേജുകളും ബാക്കികളും ഇന്ന് നേരിട്ട് പലരെയും കാണുവാൻ വേണ്ടി സാധിച്ചു. അവരുടെ എക്സ്പീരിയൻസും എസ്പെഷ്യലി അവരുടെ ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ അവരുടെ ഹൈറിഷിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം നേരിട്ട് അറിയാൻ സാധിച്ചു, കേൾക്കുവാൻ സാധിച്ചു. അവരുമായിട്ട് കുറച്ച് നേരം സമയം ചെലവഴിക്കാൻ വേണ്ടി സാധിച്ചു. അതെല്ലാം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരുവിധപ്പെട്ട അന്ന് പരിചയപ്പെട്ട പലരുടെയും പേരുകൾ ഓർമ്മയിലുണ്ട്. അന്ന് പരിചയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും ഈ ചാനലിലൂടെ എന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് ഹൈറിഷ് ഓൺലൈൻ ഷോപ്പിയെ സംബന്ധിച്ച് ഇനിയിപ്പോ ബഡ്സ് ആക്ടിന്റെ അപ്പീൽ കേസ് ആണെങ്കിലും അതുപോലെ FIR കോഷിംഗ് കേസിന്റെ ആണെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒക്ടോബർ 14 ഇനിയിപ്പോ നടക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഹൈറിഷിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് നല്ല അപ്ഡേറ്റ്സുകൾ ഈ ചാനലിലൂടെ
ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സെഷൻ നിർത്തുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.